ഗാസയിൽ വെടിനിർത്തലിനായി ഹമാസിന്റെ മേൽ പുതിയ ആവശ്യമുന്നയിച്ച ഇസ്രായേൽ 11 ബന്ദികളെ ഹമാസ് അടിയന്തരമായി മോചിപ്പിക്കണമെന്നും ഹമാസ് തടവിൽ കൊല്ലപ്പെട്ട 16 ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറണമെന്നുമാണ് ഇസ്രായേൽ ആവശ്യം ഉയർന്നിരിക്കുന്നത്. ബന്ദികളായ ഇസ്രായേൽ അമേരിക്കൻ പൗരനായ ഏഡൻ അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള 4 കൊല്ലപ്പെട്ട ബന്ദികളെയും കൈമാറണമെന്ന അമേരിക്കൻ നിർദ്ദേശം പാലിക്കാതെ ഹമാസ് പിന്നോട്ടു പോയതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. മേഖലയിൽ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിന് ഹമാസിന്റെ മേൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. ഏതു നിമിഷവും പുനരാരംഭിക്കാവുന്ന തരത്തിൽ നിൽക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം ജനുവരി 17 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പോലെ ഒരു കരാർ ഉണ്ടാകുന്നതിനുള്ള ശ്രമങ്ങളാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും നടക്കുന്നത്. ഹമാസ് പിടിയിലുള്ള അമേരിക്കൻ ഇസ്രായേൽ പൗരനായ എഡാൻ അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള 4 കൊല്ലപ്പെട്ട ബന്ദികളെയും കൈമാറണമെന്ന നിർദ്ദേശം US ഹമാസിന് നൽകിയിരുന്നുവെങ്കിലും അതെങ്ങും എത്തിയില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇസ്രായേൽ തങ്ങളുടെ ആവശ്യം ശക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ ഇസ്രായേൽ ബന്ധിയായ എഡാൻ അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള 11 ജീവനുള്ള ബന്ദികളെയും 16 കൊല്ലപ്പെട്ട ബന്ദികളെയും ഉടൻ ഇസ്രായേലിന് കൈമാറണമെന്നാണ് ഇസ്രായേൽ നിബന്ധന മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനു പകരമായി ഇസ്രായേലിലെ ജയിലുകളിൽ ജീവപര്യന്തം തടവ് അനുഭവിച്ചു കഴിയുന്ന 120 തടവുകാരെയും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ ഗാസയിൽ നിന്നും അറസ്റ്റിലായ 1110 തടവുകാരെയും മറ്റൊരു 160 ഗാസൻ തടവുകാരെയും മോചിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അതേസമയം മറ്റൊരു സുപ്രധാന തീരുമാനവുമായി പാലസ്തീൻ അതോറിറ്റി രംഗത്ത് വന്നു. വെസ്റ്റ് ബാങ്ക് പ്രദേശമായ ജെനിനിൽ സംഘർഷത്തിന് പ്രേരിപ്പിച്ചു എന്ന് ആരോപിച്ച് വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അൽ ജസീറയെ പൂട്ടാനൊരുങ്ങുകയാണ് പാലസ്തീൻ അതോറിറ്റി. കഴിഞ്ഞ വർഷം മെയ്യിൽ ഇസ്രായേൽ അൽ ജസീറയ്ക്കെതിരെ നടപടിയെടുക്കുകയും ജെറുസലേമിലെ മാധ്യമ സ്ഥാപനം പൂട്ടിക്കുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്.